மற்றொரு அண்மை தகவலாக பார்ப்பது, நான் சிஎம் ஆகும்போது நீ புடவை கட்டி வரணும், கண் கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்ட நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்தது தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. கேரளாவில் நடைபெற்ற விசிட்டர் பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சு சமூக வலைதளங்களில் வைரலாகி வருகிறது. முதல்வர் விஜய் குறித்த மலையாள நடிகர் தியான் பேசியதாக சமூக வலைதளத்தில் பரவும் கருத்துக்கள் தற்போது வெளியாகியிருக்கிறது. முதலில் மலையாள நடிகர் சங்கமான அம்மாவின் தலைவர் ஆகணும், பிறகு மக்களை ஏமாற்ற விஜய் செய்தது போன்று சேரிட்டி செய்யணும் என்று தியான் ஸ்ரீனிவாசன் பேசிய பேச்சு தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் ஸ்ரீனிவாசன் பேசிய பேச்சு சமூக வலைதளத்தில் தற்போது ட்ரெண்டிங்கில் இடம் பிடித்து வருகிறது. நாம் எல்லாம் களப்பணியாற்றும் போது மேடையில் பேசிய விஜய் ஆட்சி அமைத்து விட்டார் என ஆந்திர துணை முதல்வர் பவன் கல்யாணும் பேசியிருந்தார். இதுவும் தற்போது சர்ச்சைக்கு உள்ளாகி இருக்கிறது. நான் சிஎம் ஆகும்போது நீ புடவை கட்டி வரணும், கண்கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்ட நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்த ஒன்று தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். கேரளாவில் நடைபெற்ற விசிட்டர் பட நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சானது தற்போது சமூக വലൈതലങ്ങളിൽ വൈറലാക്കി വരുന്നത്. കേട്ടല്ലോ, ഇനിയിപ്പം തമിഴ്നാട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും ഇത് പകുതി തമാശയായിട്ട് ഇത് കേൾക്കുമ്പോൾ ഇത് തന്നെ, ഈ സംഭവം തന്നെ കേൾക്കുമ്പോൾ ചിരി വരും. അതുപോലെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നതൊക്കെ. സത്യത്തിൽ ഇത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്നും ഞെട്ടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ നവ്യയോട് പറഞ്ഞതും എല്ലാം കേട്ട് നമ്മള് വളരെയധികം ചിരിക്കെടുക്കുകയൊക്കെ ചെയ്ത ഡാൻ ശ്രീനിവാസന്റെ സിനിമയൊന്നും അല്ലാതെ ഈ ഇന്റർവ്യൂയിലൂടെയാണല്ലോ പുള്ളിക്കാരൻ ഫെയിം കൂടുതൽ നേടിയിരിക്കുന്നത്. അപ്പൊ ഒരു വളരെ പ്രായമുള്ള ഒരു അമ്മൂമ്മ എയർപോർട്ടിലൊക്കെ വെച്ച് കണ്ടപ്പോ ഒക്കെ അവര് വരെയും രാത്രി ഉറങ്ങാതിരുന്ന് ഇതൊക്കെ ഇന്റർവ്യൂ ഒക്കെ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കോമഡി അല്ലെ, അതാണ് നമ്മളെ ആകർഷിക്കുന്ന കാര്യം. പക്ഷെ ഈ കോമഡി പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ഒരു അപകടം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ കോമഡി പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് ശ്രദ്ധിച്ചില്ല എവിടെയെങ്കിലും ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യുന്ന ഒരു രീതി വരും കോമഡി പറയുമ്പോൾ. അതായത് എന്താണെന്ന് വെച്ചാൽ ബോഡി ഷെയ്മിങ് അങ്ങനെ എന്തെങ്കിലും കടന്നു വരും കോമഡിക്കകത്ത്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ആ സിനിമയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നവ്യ നായരെയും ദിലീപിനെയും അജു വർഗീസിനെയും എല്ലാവർക്കിട്ടും താങ്ങി നല്ല അന്തസ്സായിട്ട് പോവുമായിരുന്നു. ആ പോകുന്നൊന്നും കുഴപ്പമില്ല. ദാൻ ആരാന്ന് അവർക്കറിയാം, അതുപോലെ കേൾക്കുന്ന മലയാളികൾക്കും അറിയാം. നമ്മൾ അതിന്റെ ഇടവും ബലവും ഒന്നും ചിന്തിക്കുകയല്ല. നമുക്ക് തമാശയാണ്. ദാൻ വാ തുറന്നാൽ നമ്മളത് ആസ്വദിക്കും, ചിരിക്കും. അതെല്ലാം സോഷ്യൽ മീഡിയ ഷോർട്ട് വീഡിയോകളെല്ലായിട്ടും ലോങ് വീഡിയോ ആയിട്ടും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ പുലിവാലി പിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. നവ്യ നായരെ കളിയാക്കി ഞാൻ സിഎം ആകുമ്പോ നീ ആ സാരിയൊക്കെ എടുത്ത് നെക്ലേസ്, വജ്രത്തിന്റെ നെക്ലേസ് ഒക്കെ ഇട്ട് പച്ച സാരിയൊക്കെ എടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് നമ്മൾ കൈയടിച്ചങ്ങ് പാസ്സാക്കി. പക്ഷേങ്കില് ഇപ്പൊ ന്യൂസ് കേട്ടല്ലോ, എന്റെ അണ്ണാവെ പറഞ്ഞാലെന്നും പറഞ്ഞ് ഇതേ അവരിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അവരുടെ ഒരു രീതി, അവരെ താഴ്ത്തി പറയുന്നൊന്നുമല്ല. അവര് എന്താണ് അവരുടെ ഒരു ആരാധന എന്ന് വെച്ചാൽ ഇപ്പൊ MGR മരിച്ച കാലത്ത് മണ്ണെണ്ണ വെച്ച് തീ കത്തിച്ചവരുണ്ടെന്ന് പറഞ്ഞ് ജയലളിത ഹോസ്പിറ്റലിൽ മരണപ്പെട്ടിട്ട് ആ വിവരം പുറത്ത് വിടാൻ ആ ഹോസ്പിറ്റലുകാർക്ക് പേടിയായിട്ട് ഒരു ദിവസം കണ്ട് കഴിഞ്ഞ് കുറേശ്ശെ സീരിയസ് ആണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെയാ പുറത്ത് വിട്ടെന്ന് പറഞ്ഞു. കാരണം ഇവരുടെ അത്ര അടുപ്പാണ്. അതിന്റെ പുറത്ത് എത്ര പേര് ചിലപ്പം സ്വയം ഇല്ലാതാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിലെ പല വീടുകളിലും നമ്മൾ ഫോട്ടോ, ദൈവത്തിന്റെ ഫോട്ടോ വെക്കുന്ന കൂടെ MGRന്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പൊ MGR രീതിയിലേക്കാണ് ഏകദേശം വിജയ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഇടയ്ക്കൊക്കെ നല്ലൊരു താങ്ങിച്ചുണ്ട്. ഈ ചാരിറ്റിയൊക്കെ ചെയ്തിട്ട് കയറി വന്ന് CM എന്നൊക്കെയുള്ള രീതി, അത് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു സംസാരമുണ്ട്. അതായത് വിജയ് സിനിമയിൽ അഭിനയിച്ച ഒരു സിനിമാ നടനായി തീരാനല്ലെന്ന് സ്റ്റാർട്ട് തൊട്ടേ വിജയുടെ അച്ഛനും വിജയൊക്കെ തീരുമാനിച്ചു. അവർക്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു ലക്ഷ്യം. അതിന്റെ ഒരു പടി മാത്രമാണ് ഈ സിനിമ ആയിട്ടെടുത്തത്, തമിഴ്നാട്ടിലെ ഒരു രീതി സിനിമയായിട്ടെടുത്തത്. എന്നിട്ട് അതുപോലെ ആൾക്കാരെ അപ്പൊ ഇഷ്ടപ്പെടുത്തി ആ ടൈപ്പ് റോള്, പിന്നെ ചാരിറ്റി, ഇതെല്ലാം ചെയ്ത് CM ആയിട്ട് നല്ല വ്യക്തി തന്നെയാണ്, പറഞ്ഞതൊക്കെ പാലിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ആൾക്കാരെ പോലെ അല്ലല്ലോ, ഒരു പടിയും കൂടെ കേറിയുള്ള ഒരു ഇഷ്ടവും ആരാധനയാണ്. ദാൻ ഇവിടെ പറഞ്ഞു വിട്ടോ മൊത്തം തമാശയാണ്. പക്ഷേ CM ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ തൃഷയായിട്ട് നവ്യ നായർ വരണം, പിന്നെ ആ കൂടെ ചാരിറ്റിയും കൂടെ പറഞ്ഞാണ് പ്രശ്നമായത്. ഇനിയിപ്പം തമിഴ്നാട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ മെന്റർ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത്, എന്റെ പാർട്ട്ണർ, എന്റെ വഴികാട്ടി നിങ്ങൾ തന്നെ. ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും
സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ അതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നെ അജു വിളിച്ച് പറയുന്നത്. നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയുന്ന ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയ ഇരിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിന് കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ അജുവിന്റെ പവർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നത്. അപ്പൊ എന്താണേലും എല്ലാവർക്കിട്ടും താങ്ങിയ കൂടെ CM കിട്ടും, വിജയ് കിട്ടും. അങ്ങനെ താങ്ങി. ഒരു പക്ഷെ ഡാൻ വിചാരിച്ചിരിക്കുക എന്താണ് CM എന്നുള്ള ആ ഒരു ഇതിലോട്ട് എത്തിക്കഴിയുമ്പോൾ പ്രശ്നം മാറിയില്ലേ, അത് ഡാൻ അത്ര ആലോചിച്ചില്ലെന്ന് തോന്നുന്നു അല്ലെ. മുന്നിൽ ഇരുത്തിക്കൊണ്ട് ദിലീപിനെയും നവ്യയും അതുപോലുള്ള എല്ലാവർക്കിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻ വിചാരിച്ചിട്ടുള്ളൂ ഒരു ഫിലിം സ്റ്റാർ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പൊ സ്ഥാനം അതൊക്കെ മാറി. അപ്പൊ അവരെയൊക്കെ ട്രോളുമ്പം അത് ഓർക്കണം, ഇവിടെ പോലും ട്രോൾ ചെയ്യാൻ കേസാവും. അപ്പൊ പിന്നെ തമിഴ്നാട്ടിലെ കാര്യം പറയണ്ട. രണ്ടാമത് അവരവിടെ അതെടുത്ത് ന്യൂസൊക്കെ ആക്കി വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ദാനെ അറിയത്തില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇത് വായിന്ന് പോയപ്പോ തന്നെ ഇത് ഏകദേശം ഒരു പ്രശ്നത്തിലേക്ക് തീരും എന്നുള്ളത് അജുന് നല്ല ബുദ്ധിയുണ്ടല്ലേ, അജുന് മനസ്സിലായിട്ടുണ്ട്. അജു അപ്പൊ തന്നെ എന്റെ കൂട്ടുകാരന് വട്ടാന്നുള്ള രീതിയിൽ സംസാരിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ ഇരുന്ന വീട്ടിൽ സംസാരിക്കുമ്പോൾ നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് നൻപൻ, നൻപനുക്ക് പൈത്യം, അതിലാണ് എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചെടുங்க. താങ്ക് യു. ഏതായാലും അജു വർഗീസ് എസ്കേപ്പ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, തമിഴ്നാട്ടുകാർ അത് കാര്യഗൗരവത്തിൽ എടുക്കും. പിന്നെ നവ്യ നായർ വന്ന് നല്ല അങ്ങോട്ട് കൊടുത്ത അതേ അളവിൽ തിരിച്ചുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി. കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട, ഞാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ഞാനിന് വേണ്ടി ജയിലിരിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ. ഞാൻ ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ഞാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റി ഒക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം പിന്നെ ദിലീപിനെ മുന്നിരുത്തിക്കൊണ്ട് വിജയെ പറ്റി പറഞ്ഞത് അത്ര അങ്ങോട്ട് ചിലർക്കൊക്കെ ഇവിടെ മലയാളി പ്രേക്ഷകർക്കാണേലും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കമന്റ് ബോക്സ് ചെയ്യാൻ നോക്കിയപ്പം ദിലീപിനെ മുന്നിരുത്തിക്കൊണ്ട് വിജയെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. വേറൊരു സീൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെ കണ്ടോണം. ഈ നവ്യ നായരെ ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ നമ്മുടെ ദാന്, അതെല്ലാവർക്കും കണ്ടിട്ടുള്ള സീനാണ്. പക്ഷെ വെള്ളി നക്ഷത്രത്തിൽ അഭിനയിച്ചു, പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ചു. അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നവ്യയോടുള്ള ഇഷ്ടം പോയി എന്ന് പറയുന്ന ഒരു സീനുണ്ട്. ചെറുപ്പത്തിലെ ദാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ആരാണ്? എനിക്ക് പണ്ട് ശോഭനൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ നവ്യ നായർ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇല്ല. വെള്ളിത്തിരയുടെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടായിരുന്നു, പിന്നെ ഞാൻ മതിയാക്കി. പൃഥ്വിരാജ് ദേഷ്യം തോന്നിയിട്ടില്ല, ലക്കിയാന്ന് തോന്നി. നിനക്ക് നവ്യ നായരോട് നിനക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായോ? കല്യാണം കഴിക്കണമെന്ന് മറ്റോ തോന്നി? തോന്നി.
അങ്ങനെ കുറെ പേരോട് തോന്നിയിരുന്നു. ഇപ്പൊ നവ്യ നായർ എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് അങ്ങനെ പലരോടും തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വലിയത് വ്യത്യാസമില്ല തോന്നിയിട്ടുണ്ട്. ഏട്ടനോട് ചോദിച്ചു, നിന്റെ ഏട്ടത്തിമ്മയായിട്ട് മീര ജാസ്മിൻ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇഷ്ടപ്പെട്ട നായകൻ മോഹൻലാലാണ്. എന്തൊക്കെയാണേലും ഇപ്പൊ അവര് നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഡാന്റെ ഇന്റർവ്യൂ ഡാൻ സംസാരിക്കുന്ന ഒന്നും നമ്മൾ ഇനി സീരിയസ് ആയിട്ട് പുള്ളിക്കാരൻ സംസാരിച്ച പോലും എടുക്കാത്ത അവസ്ഥയെ പുള്ളിക്കാരന്റെ ആ കോമഡി ആസ്വദിച്ചു പോകുന്ന മലയാളിയാണ്. തമിഴുകാർക്ക് ഇത് ഏത് ഡാൻ ശ്രീനിവാസൻ ഡാനൂട്ടൻ എന്നൊന്നും പറഞ്ഞാൽ അവർക്കറിയത്തില്ല. ഇനി ഏതായാലും തമിഴ്നാട്ടിൽ ഉടനെ കയറാൻ മേലാത്ത അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. പുലിവാലി പിടിച്ച് കോമഡി പറഞ്ഞ് പുലിവാലി പിടിക്കുന്ന ഇപ്പൊ ആദ്യമൊന്നുമല്ല, പുലിവാലി പിടിച്ച പോലെ ആയിട്ടുണ്ട്. എന്താണെന്നറിയില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ.